ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇൽമുമായി ബന്ധപ്പെട്ടതാകാം. മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻ ആലിമൻ, നീ ഒരു ആലിമാകാം, നീ ഒരു പണ്ഡിതനാകും. നിനക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഔ മുതഅല്ലിമൻ, നീ ഒരു വിദ്യാർത്ഥിയാകും, നീ പഠിക്കുന്നവനാകും. ഇനി അധികം നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഔ മുഹിബ്ബൻ, നീ ആ ഇൽമിനെ സ്നേഹിക്കാം, ആ പണ്ഡിതന്മാരെ സ്നേഹിക്കാം, അവരോട് വെറുപ്പ് വെക്കാതെ ഇരിക്കാം. ഇനി അതിനും നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഔ മുത്തബിഅ, നീ ആ അറിവിനെ പിന്തുടരാം, ആ അറിവ് അതുമായി നടക്കുന്ന ആളുകളുമായി നീ ബന്ധപ്പെടുക. അങ്ങനെ നിന്റെ ജീവിതം നീ കഴിച്ചു കൂട്ടുക. വലാ തകുനിൽ ഖാമിസ്, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെടരുത്. 4 വിഭാഗത്തിൽ ഏതെങ്കിലും നീ പെടണം, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെടരുത്. കാരണം അതിലാരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ ഫതഹ്ലിക്, അവൻ നശിക്കുന്നതാണ്. ഈ അസറിനെ, ഈ ഉദ്ധരിച്ച ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ അഞ്ചാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ വലാ തകുനിൽ മുബ്തദിഅ, നീ ഒരു ബിദ്അത്തുകാരനായി മാറരുതെന്നാണ്. കാരണം ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അഞ്ചാമത് അവൻ മുബ്തദിഅയാണ്. കാരണം അറിവില്ലെങ്കിൽ പിന്നെ ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യാൻ? അതൊന്നും അറിയാതെ അങ്ങനെ ബിദ്അത്ത് ചെയ്ത് അവസാനം നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നീ ഒന്നുകിൽ പണ്ഡിതനാകാം, അല്ലെങ്കിൽ നീ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെങ്കിലും നീ ആകണം, അല്ലെങ്കിൽ നീ അതിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നീ അതിനെ പിന്തുടരണം. അഞ്ചാമത്തെ ഒരു വിഭാഗത്തിൽ നീ ഉൾപ്പെടരുത്. നമ്മിൽപ്പെട്ട ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ അറിവ് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇൽമുമായി ബന്ധപ്പെട്ടതാകാം. മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻ ആലിമൻ, നീ ഒരു ആലിമാകാം, നീ ഒരു പണ്ഡിതനാകും. നിനക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഔ മുതഅല്ലിമൻ, നീ ഒരു വിദ്യാർത്ഥിയാകും, നീ പഠിക്കുന്നവനാകും. ഇനി അധികം നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഔ മുഹിബ്ബൻ, നീ ആ ഇൽമിനെ സ്നേഹിക്കാം, ആ പണ്ഡിതന്മാരെ സ്നേഹിക്കാം, അവരോട് വെറുപ്പ് വെക്കാതെ ഇരിക്കാം. ഇനി അതിനും നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഔ മുത്തബിഅ, നീ ആ അറിവിനെ പിന്തുടരാം, ആ അറിവ് അതുമായി നടക്കുന്ന ആളുകളുമായി നീ ബന്ധപ്പെടുക. അങ്ങനെ നിന്റെ ജീവിതം നീ കഴിച്ചു കൂട്ടുക. വലാ തകുനിൽ ഖാമിസ്, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെടരുത്. 4 വിഭാഗത്തിൽ ഏതെങ്കിലും നീ പെടണം, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെടരുത്. കാരണം അതിലാരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ ഫതഹ്ലിക്, അവൻ നശിക്കുന്നതാണ്. ഈ അസറിനെ, ഈ